ഹായ് സ്റ്റുഡൻസ്, ഫോർഫീച്ചർ ഓഫ് ഷെയർസിൻ്റെ അക്കൗണ്ടിങ് എൻട്രിയാണ് ഇവിടെ പറയുന്നത്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്താണെന്ന് ആദ്യം പറയാം. ഇറ്റ് മീൻസ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് അലോട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് അലോട്ട് ചെയ്ത ഷെയർ ക്യാൻസൽ ചെയ്യുമ്പോൾ അതിനാണ് ഫോർഫീച്ചർ എന്ന് പറയുക. അത് എപ്പോഴാണ് ക്യാൻസൽ ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സ് അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ കൊടുത്തിട്ടില്ലെങ്കിൽ കമ്പനി ഒരു നോട്ടീസ് അയച്ചിട്ട് ആ നോട്ടീസ് പീരീഡിലടക്കം ഷെയർ ഹോൾഡർ പൈസ അടച്ചിട്ടില്ലെങ്കിൽ കമ്പനിക്ക് ആ ഷെയർ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആ ഒരു സ്പെസിഫൈഡ് പീരീഡ് അലോട്ട് ചെയ്യും. അലോട്ട് ചെയ്ത ഡേറ്റിലടക്കം അടച്ചിട്ടില്ലെങ്കിൽ മാത്രമേ കമ്പനി ആ ഷെയർ ക്യാൻസൽ ആക്കുള്ളൂ. കമ്പനി ഷെയർ ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ ആ എത്ര എമൗണ്ട് ആണോ ആ ക്യാൻസൽ ചെയ്ത ഷെയറിൽ നിന്നും കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത് ആ എമൗണ്ട് കമ്പനി ഫോർഫീറ്റ് ചെയ്യും. എന്നിട്ടത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതേസമയം ആ ഷെയർ ഹോൾഡറുടെ പേര് കമ്പനീസ് രജിസ്റ്ററിൽ നിന്ന് റിമൂവ് ആവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് എൻട്രി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഷെയർ പാർ വാല്യൂയിൽ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് പാർ വാല്യൂയിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ഫോർഫീറ്റ് ചെയ്താൽ വരുന്ന ജേണൽ എൻട്രി എന്താണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർഫീറ്റ് ചെയ്യുമ്പോഴുള്ളത് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇഷ്യൂ ചെയ്യുന്നതല്ല. പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്ത ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി വരുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫോർഫീറ്റഡ് ഷെയർസ് ടു കോൾസ് ഇൻ ഏരിയ. അതായത് ഷെയർ ക്യാപിറ്റലിൽ നിന്ന് മറ്റു വരേണ്ട എമൗണ്ട് ക്യാൻസൽ ചെയ്ത ഷെയറിൻ്റെ എത്ര എമൗണ്ട് ആണോ, അതായത് ക്യാൻസൽ ചെയ്ത ഷെയറിൻ്റെ കോൾഡപ്പ് എമൗണ്ട് ആണ് ഷെയർ ക്യാപിറ്റലിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഫോർഫീറ്റ് ചെയ്ത ഷെയറിൻ്റെ കിട്ടിയ എമൗണ്ട് ആണ് ടു ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിലേക്ക് പോകേണ്ടത്. ക്യാൻസൽ ചെയ്ത ഷെയറിൻ്റെ കിട്ടാത്ത എമൗണ്ട് ആണ് കോൾസ് ഇൻ ഏരിയറിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതാണ് ഒരു എൻട്രി. ഇനി അല്ലെങ്കിൽ ഇത് വേറൊരു, അതായത് കോൾസ് ഇൻ ഏരിയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ടു കോൾസ് ഇൻ ഏരിയർ ഇട്ട് കൊടുക്കുന്നത്. ഇനി കോൾസ് ഇൻ ഏരിയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ജേണൽ എൻട്രി ഉണ്ട്, അത് ഞാൻ മുന്നേ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി എങ്ങനെ പോകാം? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, അതായത് എമൗണ്ട് കോൾഡ് അപ്പ് തന്നെയാണ് ഇവിടെ വരിക. ടു ഷെയർ ഫോർഫീറ്റഡ് അല്ലെങ്കിൽ ടു ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട്, അതിൽ ക്യാൻസൽ ചെയ്ത ഷെയറിൻ്റെ കിട്ടിയ പൈസ. ടു ഷെയർ കോൾ എന്ന് പറഞ്ഞിവിടെ ഏതൊക്കെ കോളാണോ, ഏതൊക്കെ കോളിൻ്റെ പൈസയാണോ കിട്ടാതായത്, അല്ലെങ്കിൽ കമ്പനി വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ സെക്കൻഡ് കോൾ വിളിക്കും, സെക്കൻഡ് കോളിൻ്റെതും കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ ചിലപ്പോൾ ക്യാൻസൽ ആക്കുള്ളൂ. അങ്ങനെ രണ്ട് കോളിൻ്റെത് കിട്ടിയിട്ടില്ലെങ്കിൽ ടു ഷെയർ ഫസ്റ്റ് കോൾ, ടു ഷെയർ സെക്കൻഡ് കോൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ കിട്ടാത്തതാണ് ഇവിടെ കാണിക്കേണ്ടത്. ഇവിടെ കോൾസ് ഇൻ ഏരിയറിന് മാത്രം ഇട്ട് കൊടുത്തു, അതിലെല്ലാ കിട്ടാത്ത എമൗണ്ടും കാണിക്കണം. ഇനി കോൾസ് ഇൻ ഏരിയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഏതൊക്കെ ഇൻസ്റ്റാൾമെൻറ്റിലാണോ കിട്ടാത്തത് അതൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഇഷ്യൂഡ് ഷെയർസ് 5000 ആണ് അറ്റ് ദ റേറ്റ് ഓഫ് 10 each. 5000 ഷെയർസ് 10 രൂപ പ്രകാരം ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 rupees എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? 3 on application, 2 on allotment, 3 on first call and 2 on second and final call. മഹേഷ് വാസ് അലോട്ടഡ് 50 shares. മഹേഷ് എന്ന് പറഞ്ഞ ഷെയർ ഹോൾഡർക്ക് 50 ഷെയർസ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ് ചെയ്യാമെന്ന്. ഗിവ് ജേണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു ദ ഫോർഫീച്ചർ ഓഫ് ഷെയർസ്. നമ്മളോട് ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഫോർഫീച്ചർ ഓഫ് ഷെയർസിൻ്റെ ജേണൽ എൻട്രി ഞാൻ എഴുതാൻ പറഞ്ഞത് എങ്ങനെയാ? ഇഫ് മഹേഷ് ഫെയിൽഡ് ടു പേ അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഹിസ് ഷെയർസ് വെർ ഫോർഫീറ്റഡ്. മഹേഷിന് 50 ഷെയർസ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. കമ്പനി ഇഷ്യൂ ചെയ്തത് 5000 ഷെയർസ്. പക്ഷേ മഹേഷിന് അലോട്ട് ചെയ്തത് 50 ഷെയർസ് മാത്രമേ ഉള്ളൂ. മഹേഷ് അലോട്ട്മെൻറ്റ് മണി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഷെയർ ഫോർഫീറ്റ് ചെയ്തു. അലോട്ട്മെൻറ്റ് മണി കൊടുത്തിട്ടില്ല എന്ന് കണ്ടപ്പം തന്നെ ഫോർഫീറ്റ് ചെയ്തു. അലോട്ട്മെൻറ്റ് മണി മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ജേണൽ എൻട്രി വരുമോ നോക്കാം. ജേണൽ എൻട്രി വരുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 250. അതെങ്ങനെയാണ് 250 വരുന്നതെന്ന് പറഞ്ഞാൽ 50 ഷെയർസിൻ്റെ പൈസയാണ് മഹേഷ് കൊടുക്കാതിരുന്നത്. അപ്പോൾ 50 ഷെയർസിൽ ആപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണിയും കമ്പനി വിളിച്ചിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് മണി വിളിച്ചത് കൊണ്ടാണ്, ആപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് മണി വിളിച്ചിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് മണി വിളിച്ചിട്ടും കിട്ടാത്തത് കൊണ്ടാണ് ക്യാൻസലാക്കിയത്. അപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ കോൾ ചെയ്ത എമൗണ്ട് ഈ ഷെയർ ക്യാപിറ്റലിലേക്ക് ഡെബിറ്റ് ചെയ്യണം. 3 + 2 5, അതായത് ആപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റ് മണി.
ആ 5 ആണ് ഇവിടെ ഇട്ടുള്ളത്. 50 × 5 250. ഇനി ടു ഫോർഫീറ്റഡ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കിട്ടിയ പൈസ വെറും ആപ്ലിക്കേഷൻ മണി മാത്രമാണ്. അതുകൊണ്ട് 50 × 3. ടു കോൾസ് ഇൻ ഏരിയർ എന്ന് പറയുമ്പോൾ അലോട്ട്മെന്റ് മണി കിട്ടിയിട്ടില്ല, അപ്പോഴാണ് ക്യാൻസൽ ആക്കിയത്. അപ്പോൾ 50 × 2 അതാണ് 100 ഇട്ടത്. അപ്പോൾ 250 ഡെബിറ്റ് സൈഡിൽ 250 ക്രെഡിറ്റ് സൈഡിൽ. ഓക്കെ, അപ്പോൾ എത്രയാണോ കോൾ ചെയ്തത് മാത്രമേ ഷെയർ ക്യാപിറ്റലിൽ ഡെബിറ്റ് ചെയ്യണ്ടൂ. കിട്ടിയ പൈസ ഫോർഫീറ്റഡിലും കിട്ടാത്തത് കോൾസ് ഇൻ ഏരിയറിലും. ഇനി ഇതിന് വേറൊരു തരത്തിലും കൂടി ജേർണൽ എൻട്രി എഴുതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ രണ്ടാമത്തെ മെത്തേഡിൽ ഈ കോൾസ് ഇൻ ഏരിയറിന് പകരം ഷെയർ അലോട്ട്മെന്റിലാണല്ലോ കിട്ടാത്തത്, അതുകൊണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് എന്ന് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, രണ്ടാമത്തെ ജേർണൽ എൻട്രി ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ ടു ഫോർഫീറ്റഡ് ഷെയർസ് ടു ഷെയർ അലോട്ട്മെന്റ്, അതായത് കോൾസിന് അരിയറിന് പകരം ഷെയർ അലോട്ട്മെന്റ് മാത്രമേ കിട്ടാതുള്ളൂ. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. രണ്ടാമത്തത് വരുന്നത് മഹേഷ് ഫെയിൽഡ് ടു പേ ദ അലോട്ട്മെന്റ് മണി. ഇതൊക്കെ ഇഷ്യൂഡ് ഷെയർസും ആപ്ലിക്കേഷൻ മണി, അതായത് ഇൻസ്റ്റാൾമെൻറ്റും ഒക്കെ സെയിം തന്നെ. മഹേഷ് ഫെയിൽഡ് ടു പേ അലോട്ട്മെന്റ് മണി ആൻഡ് ഓൺ ഹിസ് സബ്സിക്വൻറ്റ് ഫെയിലിയർ ടു പേ ദ ഫസ്റ്റ് കോൾ ഹിസ് ഷെയർസ് വെയർ ഫോർഫീറ്റഡ്. മഹേഷ് അലോട്ട്മെന്റ് മണിയും കൊടുത്തു, അതിനുശേഷം വരുന്ന ഫസ്റ്റ് കോളും കൊടുത്തില്ല. അലോട്ട്മെന്റ് മണിയും കൊടുത്തില്ല, ഫെയിൽഡ് ടു പേ എന്നാ പറഞ്ഞത്. അലോട്ട്മെന്റ് മണിയും കൊടുത്തില്ല, ഫസ്റ്റ് കോൾ മണിയും കൊടുത്തിട്ടില്ല. അതിനുശേഷം ഷെയർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ രണ്ട് കോളിൻ്റെ മണി കൊടുത്തിട്ടില്ല, അലോട്ട്മെന്റ് മണിയും ഫസ്റ്റ് കോൾ മണിയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജേർണൽ എൻട്രി വരുവാ നോക്കാം. ഇതിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 50 × 8 എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ 3, അലോട്ട്മെന്റ് 2, ഫസ്റ്റ് കോൾ 3. ഫസ്റ്റ് കോൾ വരെ വിളിച്ചു. ഫസ്റ്റ് കോളിൻ്റെതും ഇയാൾ പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് ക്യാൻസൽ ആയത്. അപ്പം കമ്പനി 3 വിളിച്ചു. 3 2 5 3 8, അതാണ് ഇവിടെ 8 വന്നത്. 50 × 8 400. ദെൻ ടു ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൽ കിട്ടിയ എമൗണ്ട് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. കിട്ടിയത് ആപ്ലിക്കേഷൻ മണി മാത്രമാണ്. അതുകൊണ്ട് 50 × 3 150. ടു കോൾസ് ഇൻ ഏരിയർ കിട്ടാത്തത് അലോട്ട്മെന്റ് മണിയും കിട്ടിയിട്ടില്ല, ഫസ്റ്റ് കോൾ മണിയും കിട്ടിയിട്ടില്ല. 2 + 3 5. അപ്പോൾ കോൾസ് ഇൻ ഏരിയർ 50 × 5. ഓക്കെ, ഇത് ഈ ജേർണൽ എൻട്രി ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതാണ് എഴുതുന്നതെങ്കിൽ, അതായത് കോൾസ് ഇൻ ഏരിയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഈ ജേർണൽ എൻട്രിയാണ് എഴുതുക. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇതിൽ ഈ കോൾസ് ഇൻ ഏരിയറിന് പകരം ടു ഷെയർ അലോട്ട്മെന്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ ഇട്ട് കൊടുക്കുക. അതായത് അലോട്ട്മെന്റ് മണിയും കിട്ടിയിട്ടില്ല, ഫസ്റ്റ് കോളും കിട്ടിയിട്ടില്ല. അപ്പോൾ ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് അലോട്ട്മെന്റ് മണിയായ 50 × 2 ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കോളിൻ്റെ 50 × 3 ഇട്ട് കൊടുക്കുക. കോൾസിന് ഏരിയർ ആണെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 5 ആക്കിയിട്ടാണ്, അതായത് 2ഉം 3ഉം ആഡ് ചെയ്തിട്ട് 5 ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇടുന്നത്. കോൾസിന് ഏരിയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സെപ്പറേറ്റ് കാണിക്കണം. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇത് മാത്രമേ മാറ്റുന്നുള്ളേ. ഇതിലെന്താണെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ മഹേഷ് ഫെയിൽഡ് ടു പേ ദ ഫസ്റ്റ് കോൾ. അലോട്ട്മെന്റ് ഇതിൽ പറയുന്നില്ല, ഫസ്റ്റ് കോൾ കൊടുത്തിട്ടില്ല. പേ ദ ഫസ്റ്റ് കോൾ ആൻഡ് ഓൺ ഹിസ് സബ്സിക്വൻറ്റ് ഫെയിലിയർ ടു പേ ദ ഫൈനൽ കോൾ ഹിസ് ഷെയർസ് വെയർ ഫോർഫീറ്റഡ്. ഫസ്റ്റ് കോളും കൊടുത്തിട്ടില്ല, അതിനുശേഷം വരുന്ന ഫൈനൽ കോളും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ 2 കോള് മാത്രമാണ് കൊടുക്കാനുള്ളത്. അങ്ങനെയാകുമ്പോൾ ജേർണൽ എൻട്രി എന്താ എഴുതുക നമുക്ക് നോക്കാം. അലോട്ട്മെന്റ് മണി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കമ്പനി മുഴുവനും വിളിച്ചിട്ടുണ്ട്. മുഴുവൻ വിളിച്ചത് കൊണ്ടാണ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. മുഴുവൻ വിളിച്ചിട്ടില്ലെങ്കിൽ കൊടുക്കാത്തത് മാത്രമേ കൊടുത്തിട്ടില്ല എന്ന് പറയുള്ളൂ. ഇത് മുഴുവൻ വിളിച്ചത് കൊണ്ട് ഫസ്റ്റ് കോളും കൊടുത്തിട്ടില്ല, ഫൈനൽ കോളും കൊടുത്തിട്ടില്ല. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 50 × 10. 10 എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ കംപ്ലീറ്റ് വിളിച്ചു. 50 എന്ന് പറഞ്ഞാൽ മഹേഷിന് അലോട്ട് ചെയ്ത ഷെയർ. 50 × 10 500. ടു ഷെയർ ഫോർഫീറ്റഡിൽ ഈ 50 ഷെയറിൻ്റെ എത്ര പൈസ കിട്ടി? ആപ്ലിക്കേഷൻ മണിയും കിട്ടിയിട്ടുണ്ട്, അലോട്ട്മെന്റ് മണിയും കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ 3 + 2 5. 50 × 5 250. ദെൻ ടു കോൾസ് ഇൻ ഏരിയർ കിട്ടാത്തത് ഫസ്റ്റ് കോളും ഫൈനൽ കോളും ആണ്. അപ്പോൾ 3 + 2 5 250. ഓക്കെ, ഇനി ഇത് കോൾസ് ഇൻ ഏരിയർ വെച്ചിട്ടുള്ള ജേർണൽ എൻട്രി. കോൾസ് ഇൻ ഏരിയർ ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ജേർണൽ എൻട്രി വരുക ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ ടു ഷെയർ ഫോർഫീറ്റഡ് ടു ഷെയർ ഫസ്റ്റ് കോൾ ടു ഷെയർ ഫൈനൽ കോൾ. ഓക്കെ, ഇനി പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ പ്രീമിയം എമൗണ്ട് കിട്ടിയതിന് ശേഷം ഷെയർ ക്യാൻസൽ ചെയ്യുന്നത് ഉണ്ടായിരിക്കാം, പ്രീമിയം എമൗണ്ട് കിട്ടാതെ ഷെയർ ക്യാൻസൽ ചെയ്യുന്നത് ഉണ്ടായിരിക്കാം. അപ്പം പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ട് പ്രീമിയം എമൗണ്ട് ഹാസ് ബീൻ റിസീവ്ഡ്, അതായത് പ്രീമിയം കളക്ട് ചെയ്തതിന് ശേഷമാണ്
ഷെയർ ഹോൾഡറുടെ ഷെയർ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ, അതായത് പ്രീമിയം വരെയുള്ള എമൗണ്ട് ഷെയർ ഹോൾഡർ കമ്പനിക്ക് പേ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളതാണ് കൊടുക്കാത്തതെങ്കിൽ ജേണൽ എൻട്രിയിൽ സെക്യൂരിറ്റി പ്രീമിയം കാണിക്കേണ്ടതായി ആവശ്യം വരുന്നില്ല. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എഴുതുക, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫോർഫിറ്റഡ് എന്ന് പറഞ്ഞാൽ കിട്ടിയ പൈസ, ടു കോൺസിനേരിയർ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത പൈസ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്ര വരെയാണോ വിളിച്ചത്, ക്യാൻസൽ ചെയ്ത ഷെയറിൻ്റെ നമ്പർ ഇൻറ്റു വിളിച്ചത് വരെയുള്ള പൈസ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോൺസിനേരിയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഷെയർ കോൾ അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് കോൾസിനേരിയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ടു ഷെയർ കോൾ അക്കൗണ്ട്. കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കോളിൻ്റെ എമൗണ്ട് കിട്ടിയിട്ടില്ല ആ കിട്ടാത്തതൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കണം. ഓക്കെ. ഇനി ഈ പ്രീമിയം എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് ജേണൽ എൻട്രിയിൽ വരുന്ന മാറ്റം? പ്രീമിയം എമൗണ്ട് ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ്. അതായത് വിളിച്ചിട്ട് പ്രീമിയം എമൗണ്ട് കിട്ടുന്നില്ല, കമ്പനി വിളിച്ചു എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ആ കിട്ടാത്ത പൈസ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് നമ്മൾ ഡ്യൂ ആകുമ്പം അതവിടെ ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. അതായത് സെക്യൂരിറ്റി പ്രീമിയം ഡ്യൂ ആയി എന്നുള്ള ജേണൽ എൻട്രി നമ്മൾ മുന്നേ എഴുതുമ്പം അവിടെ സെക്യൂരിറ്റി പ്രീമിയം ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ എമൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം ഡെബിറ്റ് ചെയ്യണം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾസിനേരിയർ ടു ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ട്. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൽ വിളിച്ചത് വരെയുള്ള എമൗണ്ട് ഇട്ട് കൊടുക്കുക, ഷെയറിൻ്റെ വാല്യൂ, സെക്യൂരിറ്റി പ്രീമിയം എമൗണ്ട് മാത്രം ഡെബിറ്റ് ചെയ്യുക. ഈ ഷെയർ ക്യാപിറ്റലിൽ പ്രീമിയം ഇടാൻ പാടില്ല. ഷെയർ ക്യാപിറ്റലിൽ വെറും ഷെയറിൻ്റെ വാല്യൂ എത്രയാണോ അത് മാത്രമേ ഇടാൻ പാടുള്ളൂ. വിളിച്ചത് വരെയുള്ള വാല്യൂ. പ്രീമിയമായിട്ട് വേറെ തന്നെ കാണിക്കണം. ടു കോൾസിനേരിയർ കിട്ടാത്തത്, ടു ഫോർഫിറ്റഡ് ഷെയർസ് കിട്ടിയ പൈസ, ഈ വിളിച്ചതിൽ കിട്ടിയ പൈസ. ഇനി കോൾസിനേരിയർ വെക്കുന്നില്ലെങ്കിൽ, അതായത് കോൾസിനേരിയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ കൺസേൺഡ് കോൾ അക്കൗണ്ട് ടു ഷെയർ ഫസ്റ്റ് കോൾ, അല്ല ഇനി അലോട്ട്മെൻറ്റിലാണെങ്കിൽ ടു ഷെയർ അലോട്ട്മെൻറ്റ്, അത് വെച്ചിട്ട് ചെയ്യാം. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലിടാം. ഓക്കെ.